മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഴക്കൂട്ടം പള്ളിത്തുറ തീരത്ത് കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 7 കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ കഴിയുകയാണ്. പള്ളിത്തുറ VSS നോർത്ത് ഗേറ്റിന് സമീപത്തെ കടൽ തീരത്തെ 7 കുടുംബങ്ങളാണ് കടലാക്രമണ ഭീഷണി നേരിടുന്നത്. മണൽ ചാക്കുകൾ നിർത്തി വീട് തകരാതെ നോക്കുകയാണ് നാട്ടുകാർ. ഈ ഭാഗത്തെ നിരവധി തെങ്ങുകളും കടലെടുത്തു. ശക്തമായ കടലേറ്റത്തെ തുടർന്ന് ഈ മേഖലയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളമിറക്കാനാകാത്ത സാഹചര്യവുമുണ്ടായിരുന്നു. പള്ളിത്തുറ VSS നോർത്ത് ഗേറ്റിൽ തൈവിളാകം വീട്ടിൽ ബേബി, കൊന്നവിളാകം ഹൌസിൽ ജോന ക്ലമൻ, ജുലൈന ആന്റണി, ഷീല വേവിയച്ചൻ, ഫെലിക്സ് ജോസഫ്, കൊന്നവിളാകം വീട്ടിൽ മെഴ്സി പെരേര, അൽഫോൺസിയ എന്നിവരുടെ വീടുകളാണ് അപകട ഭീഷണി നിൽക്കുന്നത്. പള്ളിത്തുറ സ്കൂളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേടൽ വിക്രമൻ പ്രതികരിച്ചു. പുത്തൻതോപ്പ് വേളി ഭാഗങ്ങളിലും കടലേറ്റം രൂക്ഷമാണ്. പല സ്ഥലങ്ങളിലും 100 മീറ്ററോളമാണ് കടൽ കയറിയത്. വള്ളങ്ങൾ സൂക്ഷിച്ച ഭാഗത്ത് കടൽ കയറിയതിനാൽ ഇവ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതിനാൽ വള്ളങ്ങൾക്ക് കേടുപാടില്ല. പുതുക്കുറിച്ചി, മരിയനാട്, തുമ്പ, പള്ളിത്തുറ, വലിയ വേളി ഭാഗങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായതോടെ പള്ളിത്തുറ തീരത്തെ കവർന്നെടുത്ത അവസ്ഥയാണ് ഈ കാണുന്നത്.